കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പാലായിൽ കർത്താവിന്റെ മണവാട്ടികൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ വെല്ലുന്ന രീതിയിൽ കച്ചവടം ചെയ്യുന്നതായി ഒരു വാർത്ത കണ്ടു. ആശുപത്രികളും സ്കൂളുകളും ആതുരാലയങ്ങളും ഒക്കെ നടത്തുന്ന കന്യാസ്ത്രീകൾ റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നതിന്റെ കൗതുകം കൊണ്ട് അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പാലാ വഴി ഉഴവൂർക്ക് യാത്ര ചെയ്തപ്പോഴാണ് ഉഴവൂർ റൂട്ടിൽ മുണ്ടുപാലം ഭാഗത്ത് റോഡിൽ വെള്ളം കയറി കിടക്കുന്നത് കണ്ടത്. പാലായിൽ നിന്നും ഈരാറ്റുപേട്ട റൂട്ടിൽ രണ്ടിടത്ത് അന്നേ ദിവസം വെള്ളം കയറി. പാലാ മുണ്ടുപാലത്ത് ഈ അടുത്ത കാലത്ത് ഒന്നും രണ്ടും മഴയ്ക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. ഉഴവൂരുകാരൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ ഭാഗത്ത് അവശേഷിക്കുന്ന പാടശേഖര ഭാഗങ്ങൾ മുഴുവനും മണ്ണിട്ട് നിർത്തുന്നത് കണ്ടത്. മഴക്കാലത്ത് മീനച്ചിലാർ നിറഞ്ഞ് കര കവിയുമ്പോൾ പാടശേഖരങ്ങളിലേക്കാണ് ഒഴുകിക്കൊണ്ടിരുന്നത് ആ വെള്ളം. പാടങ്ങൾ മുഴുവൻ മണ്ണിട്ട് നികത്തി അത് ഉയർത്തി കരഭൂമിയായി മാറ്റപ്പെട്ടതോടെ ആറ്റിലെ വെള്ളത്തിന് കയറി കിടക്കുവാൻ ഇടം കിട്ടാതെ റോഡിലേക്ക് കയറി ഗതാഗതം മുടക്കി ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പാലാ റവന്യൂ അധികൃതർ രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്യുന്ന പാതയോരത്തുള്ള തണ്ണീർത്തടമാണ് പട്ടാപ്പകൽ നികത്തിക്കൊണ്ടിരിക്കുന്നത്. പാലാ മുണ്ടുപാലത്ത് ആദ്യം പാടം നികത്തി 4 മീറ്റർ റോഡ് നിരപ്പിന് മേലെ ഉയർത്തി ബംഗ്ലാവ് നിർമ്മിച്ചത് പാലായിലെ തറവാട്ട് പ്രമാണി കാപ്പൻ ഫാമിലിയിലെ മൂത്ത കാപ്പനായിരുന്നു. ഇതേ തുടർന്ന് പോണാട് പാടശേഖരത്തിന്റെ ഒരു വശം പൂർണ്ണമായി നികത്തപ്പെട്ടു. ചേട്ടന്മാർക്കാകാമെങ്കിൽ അനിയന്മാർക്കും ആകാമല്ലോ. ഇപ്പോൾ അവശേഷിക്കുന്ന വെള്ളക്കെട്ട് ഭാഗം നിർബാധം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലാത്ത അവസ്ഥ. നിലം നികത്തലിന്റെ പാലാ കഥ ഇവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം ഇവിടെ ചോദിക്കുകയും പറയുകയും ചെയ്യണമെങ്കിൽ ഇവിടുത്തെ MLA-യും മറ്റ് ഉദ്യോഗസ്ഥരും തയ്യാറാകണം. വേലി തന്നെ വിളവ് തിന്നുന്ന പരുവാണെങ്കിൽ ആര് ചോദിക്കും, ആര് പറയും? കാപ്പന്റെ കുടുംബക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആര് ചോദിക്കാൻ? മീനച്ചിലാറ്റിലെ വർഷകാല പ്രളയത്തിന്റെ വരവും ഇറക്കവും നിരീക്ഷിച്ചിരുന്നത് പാലാ ബിഷപ്പ് ഹൗസിന് എതിർവശത്തുണ്ടായിരുന്ന വെള്ളപ്പാട് പാടശേഖരത്തിലെ ജലനിരപ്പ് അളന്നായിരുന്നു പണ്ടൊക്കെ. ഈ ഭാഗത്തിന്റെ ഹൈവേ ഭാഗം മുഴുവൻ 15 വർഷം മുന്നേ നികത്തി കഴിഞ്ഞിരുന്നു. ഈ പാടശേഖരത്തിന്റെ നടുവിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളപ്പാട് തോട് നികന്നു കഴിഞ്ഞപ്പോൾ പന്നക വടിവിലായി. അതും സാക്ഷാൽ പെരുമ്പാമ്പിന്റെ വലിപ്പത്തിലായി. നികത്താത്തവരുടെ ഭാഗം വെള്ളം തള്ളിക്കയറി ഇടിഞ്ഞുകൊണ്ടുവരുന്നു. അങ്ങനെ പരാതിയുടെ മേളിൽ പരാതിയായപ്പോൾ പരിഹാരം തേടി ഇടിഞ്ഞ ഭാഗങ്ങൾ കൽക്കെട്ട് കെട്ടി സംരക്ഷിക്കണമെന്ന് ഭൂവുടമകൾ സർക്കാരിന് മുന്നിൽ അപേക്ഷ വെച്ചു. സർക്കാർ അത് പരിശോധിച്ച് സംരക്ഷണത്തിനായി നടപടി സ്വീകരിച്ചു. അടിഞ്ഞുകൂടിയായി എക്കലും ഇടിഞ്ഞു വീണ മണ്ണും നീക്കം ചെയ്ത് തോടിന്റെ ആഴം മൈനർ ഇറിഗേഷൻ വകുപ്പ് കാര്യക്ഷമമായി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ ഭൂമിയുടെ ഒരു ഭാഗം നിർഭാഗ്യവശാൽ കർമ്മലീത്ത് അസോസിയേറ്റ്സിൻ്റെതായിരുന്നു. തോട്ടിൽ നിന്നും ഇവരുടെ പുരയിടത്തിൽ വാരി കൂന കൂട്ടിയിട്ടിരുന്ന മണ്ണ് വീണ്ടും പ്രളയത്തിൽ ഒഴുകി തോട്ടിലെത്താതിരിക്കുന്നതിന് അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി അത് നിരത്തുകയും ചെയ്തു. തണ്ണീർത്തടം ആര് നികത്തിയാലും നമ്മൾ അതിനെതിരാക്കി. അവിടെ ഒരുപാട് പേർ നിരത്തിയപ്പോൾ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രം തെരഞ്ഞു പിടിച്ച് വാർത്ത ചെയ്തതിനുള്ള ചേതോവികാരം എന്താണെന്നറിയില്ല. തക്കം പാർത്തിരുന്നവർ ഈ ഒരു ഗുണഭോക്താവിനെതിരെ മാത്രം സ്വന്തം ഓൺലൈൻ മീഡിയ വഴി ആരോപണങ്ങളുമായി കളത്തിലിറങ്ങി. വാർത്ത വായിച്ചാൽ കന്യാസ്ത്രീകൾ ഹെക്ടർ കണക്കിന് ഭൂമി സർക്കാർ സഹായത്തോടെ നികത്തി വിറ്റുകൊണ്ടിരിക്കുന്ന ഭൂമാഫിയകളാണെന്ന് തോന്നിപ്പോകും. കാര്യം തിരക്കിയപ്പോഴാണ് കന്യാസ്ത്രീകൾക്കെതിരെ ആരോപണ വാർത്ത നൽകിയതിന്റെ ചരിത്ര പശ്ചാത്തലം കണ്ടെത്തിയത്. പക അത് വീട്ടാനുള്ളത് തന്നെയാണ്. വാർത്താ ചാനലുകാരന്റെ പിതാവ് പണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ 8 നിലയിൽ തോറ്റത് ഈ കന്യാസ്ത്രീ മഠത്തിലെ ഒറ്റ വോട്ടും കിട്ടാത്തത് കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അക്കാലത്ത് UDF-ലെ സീറ്റ് വീതം വെച്ചപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഉമ്മൻചാണ്ടിയുടെ നോമിനിയായിരുന്നു KM മാണിയുടെ വീടിരിക്കുന്ന വാർഡിൽ മത്സരിച്ചത്. മുന്നണി മര്യാദയുടെ മൂർത്തിഭാവമായ KM മാണി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വീടാന്തരം കയറി ഇറങ്ങി ഒരുപക്ഷെ വോട്ട് പിടിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കാം. പൊട്ടിയ സ്ഥാനാർത്ഥിയുടെ ചേട്ടൻ രൂപതാ കൗൺസിലിന്റെ പ്രസിഡന്റായിരുന്ന പറ്റാവുന്ന വിധം ഇടപെട്ടിട്ടും ഒറ്റ വോട്ടും കർത്താവിന്റെ മണവാട്ടികൾ അയാളുടെ വെട്ടിയിലിട്ടില്ല. ജയിച്ച പുതുമുഖ യുവ സ്ഥാനാർത്ഥി ആകെ വോട്ടിന്റെ 3/4 പങ്കും പിടിച്ചെടുത്തു. പൗരാണിക മഹത്വം വീമ്പിളക്കുന്ന കുടുംബത്തിലെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തോടെ സ്വന്തം വീടിരിക്കുന്ന മേഖലയിൽ തങ്ങൾക്ക് പുല്ലുവിലയാണെന്ന് മനസ്സിലായി. ജനങ്ങളുടെ മനസ്സിലിരിപ്പ് തിരിച്ചറിയുകയും ചെയ്തു. നഗരപിതാവായി നെറ്റിപ്പട്ടം കെട്ടാനുള്ള മോഹവും അതോടെ പൊലിഞ്ഞു.
തോറ്റ സ്ഥാനാർത്ഥിയുടെ അമ്മയും ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ രുചിയറിഞ്ഞ ചരിത്രവുമുണ്ട്. രാജ്യം മുഴുവൻ എതിരില്ലാതെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അന്ന് അവർ കളത്തിലിറങ്ങിയത്. വാർത്തകളിൽ വലിയ താരമായിരുന്നുവെങ്കിലും ജനം പപ്പടം പോലെ പൊട്ടിച്ച് കൈകൊടുത്തു. അതും കെട്ടിവെച്ച കാശില്ലാതെ തോൽപ്പിച്ച യുവാവിനോട് അദ്ദേഹത്തിന്റെ മരണം വരെ മാത്രമല്ല, മരണശേഷവും അതിനുശേഷവും അടുത്ത തലമുറയും വിടാതെ കട്ടക്കലിപ്പിലാണ്. എതിരാളിയെ താറടിക്കുന്ന പ്രചാരണത്തിന് മാത്രം ചാനൽ തുടങ്ങി. ശത്രുവിനെ താറടിക്കുന്ന പ്രചാരണങ്ങളുമായി കളത്തിൽ സജീവമാണ് ഈ ചാനൽ മുതലാളി. കുറച്ചു കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മുനിസിപ്പൽ ഭാരവാഹിയായി അവതരിച്ചിരുന്നെങ്കിലും പാർട്ടിക്കാർ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിച്ചു. അതിനുശേഷം വാർത്തയ്ക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ചില ആളില്ലാ സമരമുഖങ്ങളിൽ എത്തി ഫോട്ടോയിൽ മുഖവും കാണിച്ച് പത്രത്തിൽ പേര് വരുന്നത് ഉറപ്പാക്കി സ്ഥലം കാലിയാക്കുകയാണ് പതിവ്. ഏതായാലും കർത്താവിന്റെ പാവപ്പെട്ട മണവാട്ടികളോട് ഇത് ചെയ്യരുതായിരുന്നു. അവരെന്നും പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് വേണ്ട സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരെ ഭൂമാഫിയയായി ചിത്രീകരിച്ചത് മോശമായി പോയി. വാശിയുടെ കാര്യത്തിൽ പരമ്പരാഗതമായി മൂന്നാം തലമുറയിലുള്ളവരും കേമന്മാരാണെങ്കിലും സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഭരിച്ചിരുന്ന കാലത്ത് ഒരു സഹായത്തിന് ഉതകിയത് ശത്രുവായിരുന്നു എന്നത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. എങ്കിലും ഒന്നുകൂടി പറയുന്നു, പഹ അത് വീട്ടാനുള്ളത് തന്നെയാണ്. എന്നാൽ പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടൂ എന്നാണ് വിവരമുള്ളവർ പറഞ്ഞിരിക്കുന്നത്.